ഹായ്, ഇന്ന് ഞാനൊരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ആലില നെക്കാണ്. അത് ഞാനിങ്ങനെ പേപ്പർ സ്റ്റിഫിൽ വെട്ടി വെച്ചിട്ട് നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ പലപ്പോഴും തേക്കുമ്പോൾ എനിക്ക് പേപ്പർ സ്ട്രിപ്പ് ചുരുണ്ട് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ തേക്കാതെ ഇതുപോലെ ഒന്ന് അടിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വല്ല കോളറോ അങ്ങനെ എന്തെങ്കിലും ചൈനീസ് കോളർ അല്ലെങ്കിൽ ഷർട്ട് കോളറൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഞാനത് തേച്ച് കൊടുക്കാറുള്ളൂ. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ആലില നെക്കാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളിങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇത് ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുക. ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അരികെല്ലാം എഡ്ജ് അകത്തേക്ക് ഉള്ളിലേക്കാക്കി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാസ് ഉള്ളത് വെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും നമുക്ക് സെൻറ്റർ കിട്ടണമല്ലോ. അപ്പോൾ രണ്ടും ഒപ്പം വെച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതെൻ്റെ ഒരു ചുരിദാറാണ്. എൻ്റെ ചുരിദാറല്ല, കസ്റ്റമറിൻ്റെയാണ്. അപ്പോൾ അതിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നെക്ക് വെട്ടിയെടുത്തത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട നെക്ക് ആലില നെക്കാണ്. പക്ഷേ ആലില നെക്ക് കോമൺ നെക്കാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡിന് അത് നമ്മൾ ചെയ്തു വരുമ്പോൾ വളരെ ഭംഗിയാണ് ആ നെക്ക് കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനൊരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ രണ്ട് സൈഡും ഒരേപോലെ വെച്ചിട്ട് സെൻറ്റർ നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് സൂചിയാണത്, ആ ഒരു നീഡിലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും അങ്ങോട്ടും കൊണ്ട് തെന്നിപ്പോവാതെ നമുക്ക് കറക്റ്റ് സെൻറ്ററിലായിട്ട് വെക്കാനായിട്ട് കിട്ടും. അഥവാ ഇങ്ങനെ ഒരു നീഡിലില്ലെങ്കിൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക മെഷീനിൽ തന്നെ. അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. മെഷീനിൽ അടിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ആ ഒരു സ്റ്റിച്ച് നമ്മൾ അഴിച്ച് കളഞ്ഞാൽ മതി. ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് അഴിച്ച് കളഞ്ഞാലും കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു മുട്ടുസൂചി ഉള്ളതുകൊണ്ട് മാത്രം, ക്ലോത്ത് പിൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിതൊന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ്. സാധാരണ ടൈലേഴ്സിൻ്റെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ തന്നെയും ഇങ്ങനെയൊരു സൂചി അവൈലബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയൊരു മുട്ടുസൂചി എടുത്ത് അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ നെക്ക് സാധാരണ ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ അങ്ങനെയല്ല. പണ്ടൊക്കെ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ അരികിങ്ങനെ ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുക, ഫിനിഷ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പോയിൻ്റ് വരുന്ന ഭാഗം എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി തിരിക്കുക. എന്നാലും നമുക്കിങ്ങനെ ആ ഒരു പോയിൻറ്റുകളെല്ലാം വളരെ ഭംഗിയിൽ നമുക്ക് തിരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പോയിൻറ്റിൻ്റെ അവിടെ ഒരു വി ഷേപ്പോ അങ്ങനെയുള്ള സമയത്ത് ഒന്ന് പരന്നു പോകും. ശേഷം നമ്മൾ സെൻറ്ററിനോട്ട് കട്ടടി കൊടുത്തതിന് ശേഷം എല്ലാവരും ഹെമ്മിങ് ആണ് ചെയ്യുന്നത് കൈ കൊണ്ടിട്ട്. ഞാൻ ഹെമ്മിങ് അല്ല, ഞാൻ ഈ ഒരു ഇതിൽ തന്നെ ഓൾറെഡി ജസ്റ്റ് ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സെയിം കളർ തന്നെ ഞാനത് പതിച്ചടിച്ചു കൊടുക്കുക ചെയ്ത്. അപ്പോൾ തന്നെ ഇത്രയും കൂടി നല്ല ഒരു ഭംഗിയിൽ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് വളരെ ഫിനിഷിംഗ് ആയിട്ട് തോന്നി. കസ്റ്റമറിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും ഇത് റെഡിമെയ്ഡ് ടോപ്പിലുള്ളതുപോലെ പതിച്ചടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. എക്സ്ട്രാസൊക്കെ വെട്ടിക്കളയുക. കണ്ടില്ലേ നമ്മുടെ നെക്ക്? കണ്ടില്ലേ? ഇതാണ് നമ്മുടെ നെക്ക്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.